സംസ്ഥാനത്തിനുള്ളിൽ കേരളം സ്വീകരിച്ചു പോരുന്ന ഫെഡറൽ തത്വങ്ങൾ കേന്ദ്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. സർ, പുതിയ ഭരണസമിതികളെ സംസ്ഥാന സർക്കാർ അഭിവാദ്യം ചെയ്യുന്നത് വിവിധ ഫണ്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൃത്യമായി നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. പ്രാദേശിക സർക്കാരുകൾക്കുള്ളിൽ ഫണ്ട് വിതരണത്തിൽ കേരളം രാഷ്ട്രീയ പരിഗണന നോക്കാറില്ല. ജനകീയാസൂത്രണം തുടങ്ങിയപ്പോൾ ആരംഭിച്ച ഈ കീഴ്വഴക്കം UDF ഭരിക്കുമ്പോഴും ലംഘിച്ചിട്ടില്ല. വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫണ്ട് വിതരണം നടക്കുന്നത്. കേരളത്തിൻ്റെ ഈ മാതൃക കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിലും പകർത്താവുന്നതാണ്. സർ, കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന ധനകമ്മീഷനെ നിയമിക്കുകയും ശുപാർശകൾ പൊതുവിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ കീഴ്വഴക്കം. ഏഴാം ധനകാര്യ കമ്മീഷൻ്റെ 2026-27 ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട്. ധനവിന്യാസം സംബന്ധിച്ച ശുപാർശകൾ സർക്കാർ ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ഭരണ നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളായി കൂടിയാലോചിച്ച് നടപടിക്രമങ്ങൾ നിശ്ചയിച്ച് നടപ്പിലാക്കും. ധനകമ്മീഷൻ്റെ ശുപാർശകളും നടപടി റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്.